നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ആഗോള അയ്യപ്പ സംഗമത്തിലെ ശബരിമല വികസന നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ 18-അംഗ സമിതി മാറുന്ന കാലത്തിനനുസരിച്ച് ഉയർന്നു ചിന്തിക്കുന്നതുകൊണ്ടാണ് സംഗമം സംഘടിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രി എത്തിയത് കപടഭക്തനെ പോലെയെന്ന് പ്രതിപക്ഷം. സംഗമത്തിന് പമ്പയിൽ സമാപനം. വിദേശ രാജ്യങ്ങളോടുള്ള ആശ്രിതത്വമാണ് ഇന്ത്യയുടെ പ്രധാന ശത്രുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുമ്പോഴും പരാജയം കൂടുമെന്നും ഇത് മറികടക്കാനാണ് ആത്മനിർഭർ ഭാരതമെന്നും പ്രധാനമന്ത്രി. കൂട്ടിയ H-1B വിസ ഫീസ് നിരക്ക് അമേരിക്കയിൽ നാളെ മുതൽ പ്രാബല്യത്തിൽ. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം. മലപ്പുറം കാരക്കോട് സ്വദേശിയായ 13-കാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. കഴിഞ്ഞ ദിവസം മരിച്ച റഹീം ജോലി ചെയ്ത ഹോട്ടൽ അടച്ചിടാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ആലപ്പുഴ കായംകുളത്ത് കെട്ടുകാഴ്ച നിർമ്മാണത്തിനിടെ കാൽ വഴുതി വീണ് തൊഴിലാളി മരിച്ചു. മരിച്ചത് കറ്റാനം കണ്ണനാംകുഴി സ്വദേശി രവീന്ദ്രൻ. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര കുന്നത്തുകാലിൽ തെങ്ങ് വീണ് തൊഴിലുറപ്പ് തൊഴിലാളികളായ 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. യൂറോപ്പിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ സൈബർ ആക്രമണം. ഒട്ടേറെ സർവീസുകൾ തടസ്സപ്പെട്ടു. ആയിരക്കണക്കിന് യാത്രക്കാരെ ബാധിച്ചു. സൈബർ ആക്രമണം നടന്നത് ചെക്ക് ഇൻ ബോർഡിംഗ് സേവനങ്ങൾ നൽകുന്ന കോളിൻ എയ്റോസ്പേസിനെ ലക്ഷ്യമിട്ട്. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ഈ വർഷത്തെ അമൃതകീർത്തി പുരസ്കാരം സാഹിത്യകാരനും പ്രഭാഷകനുമായ PR നാഥന്. ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അമൃതകീർത്തി പുരസ്കാരമെന്ന് PR നാഥൻ. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനമായ സെപ്റ്റംബർ 27 പുരസ്കാരം സമ്മാനിക്കും. ശബരിമലയെ ശക്തിപ്പെടുത്താനാണ് സംഗമമെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമലയുടെ വികസനം ആഗ്രഹിച്ചവരാണ് വേദിയിലുള്ളത്. ഇത്ര കാലവും ഇല്ലാത്ത സംഗമം ഇപ്പോൾ എന്തുകൊണ്ട് എന്നതിന് മാറുന്ന കാലത്തിനനുസരിച്ച് മാറേണ്ടതുണ്ട് എന്നതാണ് മറുപടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭഗവത്ഗീത തന്നെ യഥാർത്ഥ ഭക്തരുടെ സ്വഭാവം എന്താണെന്ന് എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭക്തന്റെ ലക്ഷണങ്ങൾ ഭഗവത്ഗീതയുടെ 12-ാം അധ്യായത്തിൽ 13 മുതൽ 20 വരെയുള്ള 8 ശ്ലോകങ്ങളിലായാണുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. ഒന്നിനെയും ദ്വേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയയുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനും ആയിരിക്കും ഭക്തൻ എന്നതാണ് ആ ഗീതാ നിർവചനം. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സംസാരിച്ചത് കപടഭക്തനെ പോലെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് അയ്യപ്പ സംഗമം നടത്തുന്നത്. ഇതുവരെ ഒന്നും ചെയ്യാതെ ഇപ്പോൾ മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയിരിക്കുകയാണ്. മറ്റുള്ളവരുടെ ഭക്തിയെ മുഖ്യമന്ത്രി കളിയാക്കുകയാണെന്നും VD സതീശൻ പ്രതികരിച്ചു. അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു കപട ഭക്തന്റെ രീതിയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചത്. 2026 തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് നടക്കുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയന് ഒരിക്കലും യോജിക്കാത്ത ഒരു ഭക്തിയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ശബരിമലയിൽ അദ്ദേഹത്തിന്റെ കാലത്ത് ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി ചെയ്ത ക്രൂരകൃത്യങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ടാണ് ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത്. ഇപ്പൊ ഭക്തിയുടെ പരിവേഷമായി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 9.5 കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ തയ്യാറാകാത്ത സർക്കാർ ഇപ്പൊ മാസ്റ്റർ പ്ലാനും വന്ന് തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്.
അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഭക്തരെ കൊള്ളയടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. അയ്യപ്പ സംഗമത്തിന്റെ പേര് പറയാതെ മാർക്സിസ്റ്റ് സമ്മേളനം എന്ന പേരിൽ ആളുകളെ കൂട്ടുകയായിരുന്നു. പിണറായി വിജയന് ഇതുവരെ ഇല്ലാതിരുന്ന ഭക്തി ഇപ്പോൾ ഉണ്ടാകുന്നത് നല്ലതാണെന്നും അദ്ദേഹം പറഞ്ഞു. കട്ടപ്പനയിൽ കോൺഗ്രസ് ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനം സത്യം പറഞ്ഞാൽ ഞാനും കുറച്ചു നേരം ശ്രീ EM അഗസ്ത്യയുടെ വീട്ടിൽ ഇരുന്ന് കുറച്ചു നേരം അത് കണ്ടു. ഇടയ്ക്ക് നോക്കുമ്പോൾ നമ്മുടെ ഈ കസേരകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇവിടെയല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അവിടെ പല കസേരകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടി നല്ല ഒരു മാർക്സിസ്റ്റ് സമ്മേളനം അവിടെ നടത്തുന്നു എന്ന് പറഞ്ഞ് കുറേ ആളുകളെ കൊണ്ടുവന്ന് അവിടെ ഇറക്കിയാൽ മതി. അതിന് പറഞ്ഞാൽ എന്താ, അയ്യപ്പ സംഗമം ഒരു വലിയ ലക്ഷ്യമാണ് വെച്ചിട്ടുള്ളത്. ആ അയ്യപ്പ സംഗമം ഇതുവരെ ഇല്ലാത്ത ഭക്തി ശ്രീ പിണറായി വിജയനെ പോലെയുള്ള ആളുകൾക്ക് ഭക്തി ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം അയ്യപ്പൻ്റെ ശാപം ഒന്ന് ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അത് ഉണ്ട് എന്നെങ്കിലും പറയുന്നത് തെറ്റുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. അവിടെ പോയി സാഷ്ടാംഗം പ്രണമിച്ച് മടങ്ങിപ്പോരുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു. ആഗോള അയ്യപ്പ സംഗമം വൻ പരാജയമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. 50 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വരുമെന്ന് പറഞ്ഞെങ്കിലും ആരും വന്നില്ല. അയ്യപ്പന്റെ അനിഷ്ടം ഈ പരിപാടിക്കുണ്ടായി. എന്നാൽ UDF ചോദിച്ച ഒന്നിനും മുഖ്യമന്ത്രി മറുപടി തന്നില്ല. ഒരു ചർച്ചയും നടക്കുന്നില്ലെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. അയ്യപ്പന് പോലും സംഗമം ഇഷ്ടപ്പെട്ടില്ല. ശബരിമലയുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഒരു ചർച്ചയും ഉണ്ടായില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള അടവായിരുന്നു അയ്യപ്പ സംഗമം. സ്ത്രീ പ്രവേശനത്തിനു വേണ്ടി വാദിച്ച മുഖ്യമന്ത്രി ഇന്നൊന്നും പറഞ്ഞില്ല. ചെയ്തത് തെറ്റായി പോയെന്ന് പിണറായി വിജയൻ പറയണം. സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമം വേസ്റ്റ് ഓഫ് മണി ആൻഡ് വേസ്റ്റ് ഓഫ് ടൈം ആണെന്നും ചെന്നിത്തല കോട്ടയത്ത് പറഞ്ഞു. മന്ത്രി പറയട്ടെ, എത്ര പേര് ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ പങ്കെടുത്തെന്ന്? സെഷനിലൊന്നും ആരും പങ്കെടുത്തില്ല, ഒരു ചർച്ചയുണ്ടായില്ല. അപ്പൊ ഇത് വളരെ ദയനീയമായ പരാജയമാണ് ആഗോള സംഗമം ഉണ്ടായത്. അവിടെ ഇപ്പം നിങ്ങൾ ചെന്ന് നോക്കിയാൽ അറിയാം, അവിടെ ആരുമില്ല, അവിടെ ആരും ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. അപ്പൊ കൊട്ടിഘോഷിച്ചുകൊണ്ട് വന്ന ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പന് തന്നെ ഇഷ്ടപ്പെടാതായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കലിയുഗവരതനായ അയ്യപ്പ സ്വാമിയുടെ അനിഷ്ടം കൊണ്ടാണ് ഈ സംഗമം ഒരു വൻ പരാജയമായി മാറിയത്. ശബരിമലയുടെ വികസനത്തിനോ പുരോഗതിക്കോ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം അവിടെ ചർച്ച ചെയ്തില്ലെന്ന് മാത്രമല്ല, ചർച്ച ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ആരാണ് വിദേശത്തുനിന്ന് ആര് വന്നു? അദാനി അംബാനിയൊക്കെ വരുമെന്ന് പറഞ്ഞു. അവരെ അവിടെ ഒരു അടവായിരുന്നു. പക്ഷെ ആ അടവും പൊളിഞ്ഞുപോയി. ഒരു സംശയം വേണ്ട, കേരളത്തിലെ ഭക്തജനങ്ങൾ ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി നിലനിൽക്കുന്ന സംശയങ്ങളുണ്ട്. കോഴിക്കോട് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം. മലപ്പുറം കാരക്കോട് സ്വദേശിയായ 13 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 10 ആയി. അതേസമയം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ച റഹീം ജോലി ചെയ്ത കോഴിക്കോട്ടെ ഹോട്ടൽ അടച്ചിടാൻ കോർപ്പറേഷന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മലപ്പുറം കാരക്കോട് സ്വദേശിയായ 13-കാരനെ ഇന്നലെ വൈകിട്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2 മാസം മുൻപ് കുട്ടി പുഴയിൽ കുളിച്ചിരുന്നു. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് തലവേദന, ഛർദി തുടങ്ങിയവ അനുഭവപ്പെട്ടത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇതോടെ രോഗം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലുള്ളവരുടെ എണ്ണം 10 ആയി. ഇതിൽ 9 പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരാൾ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന 9 പേരിൽ 3 പേർ കുട്ടികളാണ്. അതേസമയം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ച റഹീം ജോലി ചെയ്യുന്ന ഹോട്ടൽ അടച്ചിടാൻ കോർപ്പറേഷൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. അറിയിപ്പുണ്ടാകുന്നതുവരെ തുറന്നു പ്രവർത്തിക്കരുത് എന്നാണ് കോഴിക്കോട് പന്നിയങ്കരയിലെ ശ്രീനാരായണ ഗുരു ഹോട്ടലിന് നൽകിയ നിർദ്ദേശം. റഹീമിന്റെ കൂടെ താമസിക്കുകയും അതേ ഹോട്ടലിൽ ജോലിയും ചെയ്തിരുന്ന മറ്റൊരാൾ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. ഇയാളെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരണകാരണം വ്യക്തമല്ല. അതിനാലാണ് ഹോട്ടൽ അടച്ചിടാൻ നിർദ്ദേശം നൽകിയത്. ഇവർ താമസിച്ചിരുന്ന സ്ഥലത്തെയും ഹോട്ടലിലെയും വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതിന്റെ ആശങ്കയിലാണ് ആരോഗ്യവകുപ്പ്. അമൃത ന്യൂസ്, കോഴിക്കോട്.
ആലപ്പുഴ കായംകുളത്ത് കെട്ടുകാഴ്ച നിർമ്മാണത്തിനിടെ കാൽ വഴുതി വീണ് തൊഴിലാളി മരിച്ചു. കറ്റാനം കണ്ണനാങ്കുഴി സ്വദേശി രവീന്ദ്രനാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. 28ാം ഓണത്തോടനുബന്ധിച്ച് കായംകുളം KPSCക്ക് സമീപം ഇന്ന് 2 മണിയോടെയാണ് സംഭവം. നെയ്യാറ്റിൻകര കുന്നത്തുകാലിൽ തെങ്ങു വീണ് തൊഴിലുറപ്പ് തൊഴിലാളികളായ 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. 2 പേർക്ക് പരിക്കേറ്റു. തൊഴിലുറപ്പ് തൊഴിലിനിടെ നടപ്പാലത്തിലിരുന്ന് ആഹാരം കഴിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. രാവിലെ തൊഴിലുറപ്പ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദാരുണാന്ത്യമുണ്ടായത്. കുന്നത്തുകാൽ സ്വദേശികളായ വസന്തകുമാരി, ചന്ദ്രിക എന്നിവരാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു 2 പേർക്കും. കുന്നൂർക്കോണം ഭാഗത്തായിരുന്നു അപകടം. 10 മണിയോടുകൂടി പ്രഭാത ഭക്ഷണം കഴിക്കാനായി നടപ്പാലത്തിനു മുകളിലിരിക്കുമ്പോഴാണ് തെങ്ങ് കടപുഴകി വീണത്. 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മൃതദേഹം കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്ത്യയുടെ പ്രധാന ശത്രു മറ്റ് രാജ്യങ്ങളുടെ മേലുള്ള ആശ്രിതത്വമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കും തോറും ഇന്ത്യയുടെ പരാജയവും വർദ്ധിക്കുമെന്നും ഇത് മറികടക്കാൻ രാജ്യം ആത്മനിർഭരായി മാറണമെന്നും പ്രധാനമന്ത്രി ഗുജറാത്തിൽ പറഞ്ഞു. ലോകത്ത് നമുക്ക് ഒരു പ്രധാന ശത്രുവില്ല. നമ്മുടെ യഥാർത്ഥ ശത്രു മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. H-1B വിസയുടെ വാർഷിക ഫീസ് $1 ലക്ഷം ഈടാക്കാനുള്ള വിജ്ഞാപനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചതിന് പിന്നാലെയാണ് മോദിയുടെ പ്രതികരണം. तो वो है दूसरे देशों पर हमारी निर्भरता. यही हमारा सबसे बड़ा दुश्मन है और हमें मिलकर भारत के इस दुश्मन को निर्भरता वाले दुश्मन को हराना ही होगा. हमें ये बात हमेशा दोहरानी है. जितनी ज्यादा विदेशी निर्भरता उतनी ज्यादा देश की विफलता. അമേരിക്കയിലെ ഇന്ത്യൻ ടെക്കുകൾക്ക് തിരിച്ചടി. H-1B വിസ അപേക്ഷകൾക്കുള്ള ഫീസ് ഉയർത്തിക്കൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം നാളെ മുതൽ പ്രാബല്യത്തിൽ. H-1B വിസക്കാർ നാളെ തിരിച്ചെത്തണമെന്ന് കമ്പനികൾ. വിദേശികളായ വിദഗ്ധ തൊഴിലാളികൾക്കായുള്ള H-1B വിസയിൽ നിരവധി ഇന്ത്യക്കാർ US പ്രമുഖ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. H-1B വിസ അപേക്ഷകർക്കുള്ള ഫീസ് നിരക്ക് $1 ലക്ഷം ഉയർത്തിയത് ടെക് കമ്പനികൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ $1,700 $4,500 ഫീസ്. ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്കും ചെറുകിട കമ്പനികൾക്കും താങ്ങാനാകാത്ത ഫീസാണിത്. വിദേശികളായ വിദഗ്ധ തൊഴിലാളികൾക്കായുള്ള H-1B വിസയിൽ നിരവധി ഇന്ത്യക്കാർ US പ്രമുഖ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് നിരക്ക് വർധനവ്. US തൊഴിലാളികളെ സംരക്ഷിക്കുമെന്നും വേതന നിലവാരം ശക്തിപ്പെടുത്തുമെന്നും H-1B പ്രക്രിയയിലെ പഴുതുകൾ അടയ്ക്കുമെന്നും ട്രംപ് ഭരണകൂടം കണക്കുകൂട്ടുന്നു. ഫീസ് ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനത്തിന് പിന്നാലെ US പുറത്തുനിന്നുള്ളവർ നാളെ അമേരിക്കൻ സമയം രാത്രി 12:01 മുമ്പായി രാജ്യത്ത് തിരികെ പ്രവേശിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിൽ മേഖലകളിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ അനുവദിക്കുന്ന നോൺ ഇമിഗ്രന്റ് വിസയാണ് H-1B വിസ. വിവരസാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, ശാസ്ത്രം, ഫിനാൻസ്, വൈദ്യശാസ്ത്രം തുടങ്ങിയ തൊഴിൽ മേഖലകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അമേരിക്കയിലെ തൊഴിലുടമയാണ് ഈ വിസയ്ക്ക് അപേക്ഷിക്കുന്നത്. തൊഴിലാളികൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയില്ല. വിസ ലഭിക്കുന്നതിനായി US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിലാണ് അപേക്ഷ നൽകേണ്ടത്. 3 വർഷത്തെ കാലാവധിയാണ് H-1B വിസയ്ക്കുള്ളത്. ഇത് നീട്ടാൻ സാധിക്കും. H-1B വിസകൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇന്ത്യക്കാർക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കനത്ത തിരിച്ചടി ലഭിക്കുന്നതും ഇന്ത്യക്കാർക്ക് തന്നെയാകുമെന്നാണ് വിലയിരുത്തൽ. 2020 മുതൽ 2023 കാലയളവിൽ ആകെ അനുവദിച്ച H-1B വിസകളുടെ 73% ഇന്ത്യക്കാരായിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. യൂറോപ്പിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ സൈബർ ആക്രമണം. ഒട്ടേറെ സർവീസുകൾ തടസ്സപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കാതെ വലഞ്ഞു. ലണ്ടനിലെ ഹീത്രോ, ബ്രസൽസ്, ബെർലിൻ എന്നിവയുൾപ്പെടെ നിരവധി പ്രമുഖ യൂറോപ്യൻ വിമാനത്താവളങ്ങളിലാണ് തടസ്സമുണ്ടായത്. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിനെയും സൂറിച്ച് എയർപോർട്ടിനെയും പ്രതിസന്ധി ബാധിച്ചില്ല. ചെക്ക് ഇൻ, ബോർഡിംഗ് സേവനങ്ങൾ നൽകുന്ന കോളിൻസ് എയറോസ്പേസിനെ ലക്ഷ്യമിട്ടാണ് സൈബർ ആക്രമണം നടന്നത്. സാങ്കേതിക പ്രശ്നം ഇപ്പോഴും തുടരുന്നതായാണ് വിവരം. ജീവനക്കാരോട് കമ്പ്യൂട്ടർ സംവിധാനത്തെ ആശ്രയിക്കാതെ യാത്രക്കാർക്ക് സേവനം നൽകാൻ നിർദ്ദേശമുണ്ട്.
ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പയിൽ സമാപനം. ദേവസ്വം മന്ത്രി VN വാസവനാണ് സമാപനം ഉദ്ഘാടനം ചെയ്തത്. ശബരിമല വികസനത്തിനായി സംഗമത്തിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ 18 അംഗ സമിതി രൂപീകരിക്കും. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെല്ലാം അംഗങ്ങളാകും. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലായിരിക്കും സമിതി രൂപീകരിക്കുക. കൂടുതൽ വിശദാംശങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, അങ്ങനെ ആഗോള അയ്യപ്പ സംഗമത്തിന് സമാപനമായിരിക്കുകയാണ്. അയ്യപ്പ സംഗമം എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഒപ്പം തന്നെ ഈ 18 അംഗ സമിതി രൂപീകരിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ എപ്പോഴേക്കും കടക്കും? നമ്മൾ ഈ മൂന്ന് കാര്യങ്ങളിലായാണ് ചർച്ചകൾ പുരോഗമിച്ചത്. ആ ചർച്ചകളിൽ പുരോഗമിച്ച കാര്യങ്ങളിൽ നിന്നാണ് ഉള്ള ഒരു ക്രോഡീകരിച്ച രൂപമാണ് ഇനി വരാനുള്ളത്. അത് തയ്യാറാക്കുന്നതിനും ഒപ്പം തന്നെ അത് സംബന്ധിച്ച കാര്യങ്ങൾ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുമായാണ് 18 അംഗ സമിതിക്ക് രൂപം നൽകിയതായി മന്ത്രി അറിയിച്ചത്. ദേവസ്വം മന്ത്രി ചെയർമാനും ഒപ്പം തന്നെ ദേവസ്വം പ്രസിഡന്റ് കൺവീനറുമായ കമ്മിറ്റിയായിരിക്കും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ നോക്കുക എന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കി. 18 അംഗങ്ങളാണ് ഇതിലുള്ളത്. ഇന്ന് നടന്ന ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഉന്നതരായ വ്യക്തികളെയൊക്കെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റിക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. ഇനി ഏത് തരത്തിൽ ഇന്ന് ക്രോഡീകരിച്ച് കിട്ടിയ കാര്യങ്ങൾ നടപ്പാക്കണം എന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനായാണ് ഈ സമിതിക്ക് രൂപം നൽകിയിരിക്കുന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കി. അല്പം മുമ്പ് മന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആഗോള അയ്യപ്പ സംഗമം പ്രതീക്ഷിച്ചതിലും വിജയമായിരുന്നു എന്ന കാര്യമാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. 4126 പേരാണ് ഇതിൽ പങ്കെടുത്തത് എന്ന് മന്ത്രി കണക്കുകൾ സഹിതം വ്യക്തമാക്കുന്നു. 2125 പേർ കേരളത്തിന് പുറത്തു നിന്നും എത്തി. ഒപ്പം തന്നെ 182 പേർ വിദേശത്തു നിന്നും എത്തിയത്. ഏറ്റവും കൂടുതൽ വിദേശത്തു നിന്നും ആളുകൾ എത്തിയത് ശ്രീലങ്കയിൽ നിന്നാണ് എന്ന കാര്യം മന്ത്രി വ്യക്തമാക്കി. 39 പേരാണ് വിദേശത്തു നിന്നും എത്തിയത്. ഒപ്പം കേരളത്തിൽ നിന്നും 1812 പേർ പങ്കെടുത്തു. ഇങ്ങനെ കണക്കുകൾ സഹിതം മന്ത്രി വ്യക്തമാക്കുകയാണ്. മലേഷ്യയിൽ നിന്നും 13, കാനഡയിൽ നിന്നും 12 പേർ, അബുദാബിയിൽ നിന്നും 18 പേർ, ദുബൈയിൽ നിന്നും 16 പേർ, ഖത്തറിൽ നിന്നും 10 പേർ, സൗദി അറേബ്യയിൽ നിന്നും 2 പേർ എന്നിങ്ങനെ കണക്കുകൾ സഹിതം മന്ത്രി വ്യക്തമാക്കി. കാരണം ആളുകളുടെ പങ്കാളിത്തം കുറവായിരുന്നു എന്ന വാർത്തകളുടെ മറ്റ് ചാനലുകളടക്കം വാർത്തകൾ വന്ന ഒരു സാഹചര്യത്തിലാണ് മന്ത്രി കണക്കുകൾ സഹിതം വ്യക്തമാക്കിയത്. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ കണക്കുകൾ പരിശോധിക്കാൻ തരാം എന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും ആഗോള അയ്യപ്പ സംഗമം പ്രതീക്ഷിച്ചതിലും വലിയൊരു വിജയമാണ് നേടാൻ കഴിഞ്ഞത് എന്ന കാര്യമാണ് മന്ത്രി ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ ക്രോഡീകരിച്ചതിന് ശേഷം വരാൻ പോകുന്ന ശബരിമല സീസണിലടക്കം വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കും. വരുന്ന അടുത്ത മാസം ഒക്ടോബർ മാസത്തിൽ തിരുവനന്തപുരത്തും ശബരിമലയിലും പമ്പയിലും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും വിവിധ ജില്ലകളിലും ഒപ്പം തന്നെ വിവിധ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ശബരിമലയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ആ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ചർച്ചയിലടക്കം ഈ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കും കാര്യങ്ങളിലേക്കുമായിരിക്കും നീങ്ങുക എന്ന കാര്യവും മന്ത്രി വ്യക്തമാക്കി. പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് സമാപനമായി. ശബരിമലയുടെ വികസനത്തിനു വേണ്ടി 18 അംഗ സമിതി രൂപീകരിക്കും. ഇതിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകൾ ക്രോഡീകരിച്ചുകൊണ്ടായിരിക്കും 18 അംഗ സമിതിയെയൊക്കെ രൂപീകരിക്കുക. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പമ്പയിൽ നിന്നും രജിത്ത്. മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ഈ വർഷത്തെ അമൃതകീർത്തി പുരസ്കാരത്തിന് പ്രശസ്ത നോവലിസ്റ്റും കഥാകാരനും തിരക്കഥാകൃത്തും പ്രഭാഷകനുമായ PR നാഥൻ അർഹനായി. 1,23,456 രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത സരസ്വതി ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, നാടകകൃത്ത്, ചെറുകഥാകൃത്ത്, യാത്രാവിവരണ എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് PR നാഥൻ. മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം പിറന്നാൾ ദിനമായ സെപ്റ്റംബർ 27-ന് കൊല്ലം അമൃതപുരി അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ആധ്യാത്മിക, വൈജ്ഞാനിക ശാസ്ത്രരംഗങ്ങളിലെ പ്രഗത്ഭർക്ക് 2001 മുതൽ അമൃതകീർത്തി പുരസ്കാരം നൽകി വരുന്നു. സ്വാമി അമൃത സ്വരൂപാനന്ദപുരി അധ്യക്ഷനും ഡോക്ടർ KS രാധാകൃഷ്ണൻ, ഡോക്ടർ M ലക്ഷ്മികുമാരി, P നാരായണക്കുറുപ്പ്, സ്വാമി തുര്യാമൃതാനന്ദപുരി എന്നിവർ അംഗങ്ങളുമായുള്ള കമ്മിറ്റിയാണ് പുരസ്കാര നിർണയം നടത്തിയത്. തത്വചിന്താപരമായ രചനകളിലൂടെ മലയാള സാഹിത്യത്തെ ദാർശനിക തലത്തിലേക്ക് ഉയർത്തിയ കഥാകാരനാണ് PR നാഥനെന്നും എഴുത്തിൽ നന്മയും സ്നേഹവും മാത്രമാണ് അദ്ദേഹം ഇതിവൃത്തമാക്കിയതെന്നും ആ സന്ദേശത്തിനാണ് പുരസ്കാരമെന്നും മാതാ അമൃതാനന്ദമയി മഠം ട്രസ്റ്റി സ്വാമി തുര്യാമൃതാനന്ദപുരി പറഞ്ഞു.
ജീവിതത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അമൃതകീർത്തി പുരസ്കാരമെന്ന് പുരസ്കാര ജേതാവും എഴുത്തുകാരനുമായ PR നാഥൻ. സാഹിത്യവും സർഗവാസനയും മനുഷ്യനന്മയ്ക്കായി ഉപയോഗിക്കണം. പുരസ്കാര ലബ്ധിയിൽ അതിയായ സന്തോഷമുണ്ടെന്നും PR നാഥൻ പറഞ്ഞു. തൃശൂരിൽ നിന്നും ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. മാതാമൃതാനന്ദമയി മഠത്തിന്റെ അമൃതകീർത്തി പുരസ്കാരത്തിന് ഈ വർഷം അർഹനായ PR നാഥൻ അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഒരു നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, നാടകകൃത്ത്, അങ്ങനെ എഴുത്തിന്റെ എല്ലാ തലങ്ങളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ ഒരു പുരസ്കാരത്തിന് അർഹനായ വ്യക്തി കൂടിയാണ്. നമുക്ക് ആ ഒരു പുരസ്കാരത്തിന്റെ സന്തോഷങ്ങളും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാനുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ആദ്യമായി ഈ ഒരു പുരസ്കാരാർഹനായിരിക്കുന്ന ഒരു സന്തോഷം എങ്ങനെയാണ് പങ്കുവെക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഏത് പുരസ്കാരത്തെയും ഇരുകരങ്ങൾ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് ധർമ്മം. എഴുതുമ്പോൾ ഇതൊന്നും ആലോചിച്ചിട്ടല്ല എഴുതുന്നത്. 10-78 പുസ്തകങ്ങൾ എഴുതി എങ്ങനെയോ ഇതൊക്കെ വന്നു ചേർന്നു. ഇത്രയേ ഉള്ളൂ. ഒരുപാട് വർഷമായിട്ട് മാതാമൃതാനന്ദമയി ദേവിയായിട്ടും മഠവുമായിട്ടൊക്കെ ഒരു ബന്ധം സ്ഥാപിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ തീർച്ചയായും ആ മഠത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള പുരസ്കാരം ലഭിക്കുമ്പോൾ അതിൻ്റെതായൊരു സന്തോഷമുണ്ട്. പിന്നെ ആ മഠവുമായുള്ള ബന്ധങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കും. 1980 മുതൽ തന്നെ അമ്മയെ കാണാറുണ്ട്. അമ്മ കോഴിക്കോട് വരുമ്പോൾ കാണും. അന്ന് കാണുമ്പോൾ പലപ്പോഴും ഓട്ടൂറുണിയും ഒരുപാടൊക്കെ കൂടുതലുള്ളതായിട്ട് ഓർക്കുന്നുണ്ട്. ക്രമേണ ചേഞ്ചസ് വന്നു. വളരെ സത്സംഗവേദിയിൽ ഞാൻ സംസാരിച്ചിരുന്നു. അമ്മ പങ്കെടുക്കുന്ന എത്രയോ വേദികളിൽ ഞാൻ പ്രഭാഷകനായിട്ട് വന്നിരുന്നു. ധാരാളം കാര്യങ്ങൾ അമ്മ പറഞ്ഞു. 1950 ആദ്യം പറഞ്ഞു തന്ന കാര്യമുണ്ട്. ഏതൊരു കാര്യത്തിനും കൃപ എന്ന 2 അക്ഷരം ഓർമ്മിക്കണം. എല്ലാത്തിനും ഈശ്വര കൃപ വേണം. കൃപ എന്ന 2 അക്ഷരം ഓർമ്മിക്കണമെന്ന് അമ്മ പറഞ്ഞത് ഇന്നും 45 കൊല്ലം മുമ്പ് ആദ്യം പറഞ്ഞ വരി വരെ ഞാനിന്നും സ്മരിക്കുകയാണ്. ഈശ്വരാധീനം എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സാഹിത്യവും സർഗവാസനകളൊക്കെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. ആ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ കിട്ടാതെ പോകുന്നത് ശ്രദ്ധിക്കണ്ട. പക്ഷേ ഏതൊന്നിലൊരു നന്മ എന്നുള്ളത് ഉണ്ടാവണം എന്നുള്ളതുകൊണ്ട് ഏത് കൃതിയിലും നന്മ എന്ന് പറഞ്ഞാൽ ഫലിതം ഉണ്ടാവും, റീഡബിലിറ്റി ഉണ്ടാവും, ആ ഗുണങ്ങളൊക്കെ ഉണ്ടാവാം. നെഗറ്റീവായിട്ട് മനുഷ്യനെ ചിന്തിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാതെ കലാസൃഷ്ടികൾ കൊണ്ടുവരണം. ആ അഭിപ്രായം അമ്മ പറഞ്ഞ വരികൾ സ്വാധീനിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനാക്കിയത് എന്നുകൂടിയാണ്. ഈ താങ്കളുടെ എഴുത്തിലെ ആ ഒരു നന്മയും ആ ഒരു സ്നേഹവും ഒക്കെ സന്ദേശമായി എടുത്തുകൊണ്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സാഹിത്യരചനയിൽ സത്വരജതമോ ഗുണങ്ങളെല്ലാം കൂടി ചേർന്ന കഥകളാണ്. സിനിമാ തിരക്കഥകൾ, നോവലുകളൊക്കെ. പക്ഷേ അതിൽ ഫലിതമാവാം, എൻ്റർടൈൻമെൻ്റ് ആവാം. പക്ഷേ ഏതും ഫോക്കസ് ചെയ്യുന്നത് നന്മയിൽക്കാണ്. അത് അമ്മ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. പുരാണ കൃതികൾ, പല നല്ല കൃതികൾ നമ്മൾ എടുക്കുമ്പോഴും അതിൽ എൻ്റർടൈൻമെൻ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കത്തക്ക വിധം ഒരു കാര്യം ഇല്ല. ഇങ്ങനെ വരുമ്പോൾ അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വരുന്നു. ശംബാല എന്നുള്ളൊരു സ്ഥലത്ത് ക്യാമ്പ് പഠിക്കുന്നതുകൊണ്ട് ഞാൻ ഹിമാലയ യാത്ര കുറേ തവണ നടത്തി. അതിനെപ്പറ്റി മനസ്സിലാക്കി. എൻ്റെ ലേറ്റസ്റ്റ് പുസ്തകം ഹരിതം പബ്ലിക്കേഷൻസാണ്, കോഴിക്കോട്ടെ. ആ ശംബാലയും നല്ല രീതിയിൽ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതൊരു സന്തോഷമുണ്ട്. പുതിയ എഴുത്തുകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ നിരന്തരമായി ഒരു മേഖലയിൽ നിൽക്കുന്നു. അപ്പോൾ പുതുതായി എന്തെങ്കിലും ഉണ്ടോ? അതിനെക്കുറിച്ചൊന്ന് വിവരം. പുതുതായിട്ട് എന്ന് പറയുന്നതാണ് ഈ ശംബാല എന്നുള്ള നോവൽ. അതിനു മുമ്പ് ചാത്തൻ തുരുത്ത് എന്നൊരു നോവൽ എഴുതി. അത് ചാത്തന്മാരുടെ ആണെങ്കിലും വളരെ ശാസ്ത്രീയമായിട്ടുള്ളൊരു പഠനമാണ്, എന്തെങ്കിലും പഠന രീതിയിലല്ല. അതിനകത്ത് തൊട്ടും നോവലുകൾ ധാരാളം വന്നു, കഥകൾ വന്നു. ഈ കൊല്ലത്തെ ഓണം വിശദാപ്രതികളിൽ ജന്മഭൂമി ഓണപ്പതിപ്പിൽ കഥയുണ്ട്, കേസരിയിലുണ്ട്. ധാരാളം കഥകളും നോവലുകളും നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. യൂട്യൂബിൽ എൻ്റെ 1200 പ്രഭാഷണങ്ങൾ മുഴുവൻ കേൾക്കുന്നവർക്കൊരു ഉയർച്ച കിട്ടുന്ന രീതിയിലാണ് പ്രഭാഷണങ്ങൾ. അങ്ങനെയാണ് ജീവിതം.
തീർച്ചയായും ആ ഒരു അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു പുരസ്കാരം കൂടി വന്നു ചേർന്നപ്പോൾ അതൊരു ഇരട്ടി മധുരമായി മാറി ശരിക്കും അല്ലേ? അതെ, അതൊരു സന്തോഷമാണ്, ഇരട്ടി മധുരമാണ്. അമ്മയോടുള്ള ആദരവ്, വിനയം, അത് നമ്മൾ ഈ എഴുതുന്നതൊക്കെ ഓരോരുത്തരും മനസ്സിലാക്കുന്നുവെന്നും അതിൽ ഉൾക്കൊള്ളിച്ച കാര്യങ്ങൾ കുറേ പേര് ശ്രദ്ധിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ചില അംഗീകാരങ്ങൾ കിട്ടുമ്പോഴാണ് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ തുടർന്നും ഒരുപാട് കൃതികൾ എഴുതാൻ സാധിക്കട്ടെ, ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ വരട്ടെ എന്നുള്ളൊരു ആശംസ കൂടി അറിയിക്കുകയാണ്. വളരെ സന്തോഷം. ഈ കാര്യങ്ങൾ എൻ്റെ മനസ്സിലെന്നും ഉണ്ടാവും. നമസ്കാരം. അതുതന്നെയാണ് വലിയ സന്തോഷം തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചത്. 1,23,456 രൂപയും ഇത്തരത്തിൽ ഉള്ള മറ്റ് പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത്. എന്തായാലും ആ വലിയ സന്തോഷം തന്നെയാണ് അദ്ദേഹം നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. എഴുത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ദാർശനിക വീക്ഷണത്തെ പരിചയപ്പെടുത്തുന്നതിൽ PR നാഥൻ വഹിച്ച പങ്ക് വലുതാണ്. 21 നോവലുകളും 500-ലേറെ ചെറുകഥകളും വിവിധ വിഭാഗങ്ങളിലായി 55 പുസ്തകങ്ങളും രചിച്ചു. നാടകത്തിനും സിനിമാ മേഖലയിലും PR നാഥൻ സുപ്രധാന സംഭാവനകൾ നൽകി. നന്മയിലേക്കൊരു നടപ്പാത എന്ന PR നാഥന്റെ പുസ്തകത്തിന്റെ പേരുപോലെ തന്നെയാണ് PR നാഥനും അദ്ദേഹത്തിന്റെ ജീവിതവും. തലമുറകൾക്ക് നന്മയുടെ വഴി കാണിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ എഴുത്തും പ്രഭാഷണങ്ങളും. പയ്യനാട്ട് രവീന്ദ്രനാഥനാണ് PR നാഥൻ എന്ന തൂലികാനാമത്തിൽ പ്രശസ്തനായത്. നോവൽ, തിരക്കഥ, നാടകം, ചെറുകഥ, യാത്രാവിവരണം, എഴുത്തിന്റെ എല്ലാ മേഖലയിലും PR നാഥൻ തിളങ്ങി. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി കീഴായൂരിലാണ് ജനനം. ചിത്രരചനാ അധ്യാപകനായ പ്രഭാകരമേനോന്റെയും സംഗീതാധ്യാപികയായ സരോജിനി അമ്മയുടെയും മകനാണ്. ടെലികോം എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ PR നാഥൻ പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ ജോലി ചെയ്തു. സാഹിത്യ ജീവിതത്തോടും യാത്രയോടുമുള്ള അഭിനിവേശത്തിൽ പൂർണ്ണമായും എഴുത്തിലേക്ക് തിരിഞ്ഞു. തത്വചിന്താപരമായ രചനകളിലൂടെ മലയാള കഥയെ ദാർശനിക തലത്തിലേക്കുയർത്തിയ കഥാകാരനാണ് PR നാഥൻ. സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി മുതൽ നിരവധി ആചാര്യന്മാർ പകർന്ന അറിവ് PR നാഥന്റെ രചനകളിൽ ഉടനീളം കാണാം. 1980 മുതൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുമായും മഠവുമായും അടുത്ത ബന്ധം പുലർത്തുന്നു PR നാഥൻ. അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് അമൃത ചാനലിൽ 16 വർഷം തുടർച്ചയായി ധന്യമീ ജീവിതം എന്ന തത്വചിന്താപരമായ പ്രഭാഷണങ്ങൾ നടത്തി. മാതൃവാണി മാസികയിൽ അദ്ദേഹം തുടർച്ചയായി രചനകൾ പ്രസിദ്ധീകരിച്ചു. വേദങ്ങൾ, ഉപനിഷത്തുകൾ, തന്ത്രം എന്നിവയെക്കുറിച്ച് ലോകമെമ്പാടുമായി 10,000-ലധികം പ്രഭാഷണങ്ങളും നടത്തി PR നാഥൻ. പ്രകൃതി ചികിത്സയും റേക്കിയിലും വിദഗ്ധനാണ് അദ്ദേഹം. 21 നോവലുകളും 500-ലേറെ ചെറുകഥകളും വിവിധ വിഭാഗങ്ങളിലായി 55-ലധികം പുസ്തകങ്ങളും എഴുതിയ PR നാഥൻ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾക്ക് അർഹനായി. പ്രശസ്തമായ കൃതിയായ കന്യാകുമാരി മുതൽ ഹിമാലയം വരെ എന്ന പുസ്തകം അനുഭവങ്ങൾ നിറഞ്ഞ യാത്രാവിവരണമാണ്. റേഡിയോ നാടകങ്ങളിലൂടെ തുടങ്ങി സിനിമാ മേഖലയിലേക്കെത്തിയ PR നാഥൻ കഥയും തിരക്കഥയും സംഭാഷണങ്ങളും എഴുതി. 1981 പുറത്തിറങ്ങിയ ചട്ടയാണ് ആദ്യ സിനിമ. കേളി, പൂക്കാലം വരവായി, ധ്വനി, ശുഭയാത്ര, സ്നേഹസിന്ദൂരം എന്നീ സിനിമകളുടെ ഭാഗമായി. ചാട്ട, ഇന്നലെ വന്ന വഴി, ഇനിയൊരു മോഹം മാത്രം, ശയനപ്രദക്ഷിണം, കുടജാദ്രിസാനുക്കളോട്, സൗന്ദര്യലഹരി തുടങ്ങിയ എല്ലാ നോവലുകളിലും നന്മയും സ്നേഹവും മാത്രമാണ് PR നാഥൻ ഇതിവൃത്തമാക്കിയത്. അതുതന്നെയാണ് ആ എഴുത്തിന്റെ മഹിമയും. കോഴിക്കോട് മാങ്കാവിൽ താമസിക്കുന്ന PR നാഥൻ നവമാധ്യമങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ച് പുതുതലമുറയുടെ കൂടി വഴികാട്ടിയാകുന്നു. നേരിന്റെയും നന്മയുടെയും ആശയപ്രചരണത്തിനുള്ള അംഗീകാരമായി PR നാഥന് അമൃതകീർത്തി പുരസ്കാരം കൂടി ലഭിക്കുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനാഘോഷങ്ങളോടനുബന്ധിച്ച് സാമൂഹ്യ സേവനം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളിലൂടെ മാതൃകയാവുകയാണ് മാതാ അമൃതാനന്ദമയി മഠം. അമ്മയുടെ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ലോക ശുചീകരണ ദിനമായി ഇന്ന് മെഗാ ശുചീകരണ യജ്ഞം നടക്കുകയാണ്. ലോകമെമ്പാടുമുള്ള അമ്മയുടെ സ്ഥാപനങ്ങളുടെയും ആശ്രമങ്ങളുടെയും നേതൃത്വത്തിൽ നടത്തുന്ന ശുചീകരണ യജ്ഞത്തിൽ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുക്കുന്നത്. പൊതുസ്ഥലങ്ങളിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായാണ് ലോക ശുചീകരണ ദിനത്തിൽ മെഗാ ശുചീകരണ യജ്ഞവുമായി അമൃതാനന്ദമയി മഠം മുന്നിട്ടിറങ്ങിയത്. ആശ്രമത്തിലെ സന്യാസിമാരും ബ്രഹ്മചാരിണിമാരും ഉൾപ്പെടെ നിരവധി പേർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. മാനസികമായ പരിശുദ്ധിയും ബാഹ്യമായ നിർമ്മലതയും, അതായത് മാലിന്യമില്ലാത്ത അവസ്ഥയൊക്കെ നമുക്ക് വേണം. അതിന് വളരെ പ്രാധാന്യമുണ്ട്. ഇത് അമ്മ വളരെ കാലം മുമ്പേ ദീർഘവീക്ഷണത്തോടെ കണ്ടതാണ്. ഈ ഒരു പ്രവർത്തനം എന്ന് പറയുമ്പോൾ അമ്മയുടെ ജന്മദിനത്തോട് അനുബന്ധിച്ച് എല്ലാ വർഷങ്ങളിലും നടന്നു വരുന്ന വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്.
കൊല്ലം ജില്ലയിൽ ആശ്രമത്തിന്റെ സമീപ പ്രദേശങ്ങളായ ക്ലാപ്പന, കുലശേഖരപുരം പഞ്ചായത്തുകളിലാണ് പ്രധാനമായും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. അമൃത വിശ്വവിദ്യാപീഠത്തിലെയും അമൃത സ്കൂളിലെയും കുട്ടികൾ അമ്മയുടെ സാമൂഹ്യ സേവനം എന്ന ആശയം യാഥാർത്ഥ്യമാക്കാനായി മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ അണിനിരന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മെഗാ ശുചീകരണ യജ്ഞത്തിന് പിന്തുണയുമായി എത്തി. കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തും ശുചിത്വ മിഷനും ഹരിത കേരള മിഷനും വ്യാപാരി വ്യവസായി സംഘടനകളും ഒത്തുചേർന്നപ്പോൾ സമ്പൂർണ്ണ ശുചിത്വം എന്ന അമ്മയുടെ ആശയം കൂടുതൽ ജനകീയമായി. അമൃത ന്യൂസ്, കൊല്ലം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ലോക ശുചീകരണ ദിനാചരണത്തിൽ തലശ്ശേരി അമൃത വിദ്യാലയവും പങ്കാളികളായി. വിദ്യാലയത്തിലെ 9ാം ക്ലാസ്സിലെയും 11ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളും അധ്യാപകരും തലശ്ശേരി ശ്രീ തൃക്കൈ ശിവക്ഷേത്ര പരിസരം ശുചീകരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി, സമാരാധ്യാമൃത ചൈതന്യ, തൃക്കൈ ശിവക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി എ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ സുധാകുമാരി, സന്ദീപ്, വന്ദന, അനുശ്രീ, ഷംന, ലിമ, ശ്രുതി, സൗമ്യ, ബിന്ദു എന്നിവർ നേതൃത്വം നൽകി. മോഹൻലാലിന് ദാദേ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ചൊവ്വാഴ്ച സമ്മാനിക്കും. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യൻ സിനിമയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം കൂടിയാണ് ഫാൽക്കെ പുരസ്കാരം. സിനിമാ രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നത്. 2 തവണ മികച്ച നടനടക്കം 5 തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലെല്ലാം തന്നെ മികച്ച നടൻ ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ അദ്ദേഹത്തിനാണ് ഇന്ത്യൻ അഭിനയ ജീവിതത്തിൽ അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പരമോന്നത പുരസ്കാരമായ ദാദേ സാഹിബ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ചലച്ചിത്രങ്ങൾക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 2001 അദ്ദേഹത്തിന് രാജ്യത്തെ 4ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ പുരസ്കാരവും അതുപോലെ തന്നെ 2019 രാജ്യത്തെ 3ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷണുമെല്ലാം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2023 ദാദേ സാഹിബ് പുരസ്കാരമാണ് ലഭിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. 2009 ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരമാണ് ദാദേ സാഹിബ് പുരസ്കാരം. 2023 പുരസ്കാരമാണ് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നത്. മോഹൻലാലിന് ദാദേ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ചൊവ്വാഴ്ച സമ്മാനിക്കും. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത പുരസ്കാരമാണ് അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നത്. സിനിമാ രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ നൽകിക്കൊണ്ടാണ് രാജ്യം ഏറ്റവും പരമോന്നത ബഹുമതിയായ പുരസ്കാരം നൽകിയിരിക്കുന്നത്. ദേശീയ തലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലൊക്കെ മികച്ച നടനുൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ അദ്ദേഹം ഇന്ത്യൻ ചലച്ചിത്രങ്ങൾക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് 2001 അദ്ദേഹത്തിന് രാജ്യത്തെ 4ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ പുരസ്കാരം അതുപോലെ തന്നെ പത്മഭൂഷൺ ബഹുമതി എല്ലാം നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇപ്പോൾ 2023 ദാദേ സാഹിബ് പുരസ്കാരവും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരിക്കുകയാണ്. ദാദേ എന്നാണ് പറയുക. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദേ സാഹിബ് പുരസ്കാരമാണ് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിനെ തേടിയെത്തിയിരിക്കുന്നത്. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുമായി ചർച്ച നടത്തിയതായി മന്ത്രി വി ശിവൻകുട്ടി. കോടതി വിധിയിൽ വെള്ളം ചേർക്കാനുള്ള ബോധപൂർവ്വ ശ്രമം ഒരു വിഭാഗം നടത്തുന്നുണ്ടെന്നും മന്ത്രി ആരോപിച്ചു. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപകരുടെ ആദ്യ നിയമന പ്രക്രിയ ഒക്ടോബർ 25 പൂർത്തിയാക്കും. 7000 ഒഴിവുകൾ മാനേജ്മെന്റുകൾ മാറ്റിവെക്കണം. എന്നാൽ നിലവിൽ 1500 ഒഴിവ് മാത്രമേ എയ്ഡഡ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് ഭിന്നശേഷി സംവരണം അട്ടിമറിക്കുന്ന പ്രവണതയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി.
തുറന്ന മനസ്സാണുള്ളത്. സുപ്രീം കോടതി വിധിയും അതുപോലെ RPWD ആക്ടിൽ പറയുന്ന വ്യവസ്ഥകളും നിർബന്ധമായി നടപ്പിലാക്കണമെന്ന നിലപാടാണ് ഗവൺമെൻറ്റിനുള്ളത്. എന്നാൽ പല മാനേജ്മെൻറ്റുകളും ഈ കോടതി വിധികളെയും ഭിന്നശേഷി ആക്ടിനെയും അതിൽ വെള്ളം ചേർക്കുവാനും സമയത്തിന് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് പകരം ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചില പരിശ്രമങ്ങൾ ബോധപൂർവം നടക്കുകയാണ്. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് തുടങ്ങിയത് മുതൽ ഏറ്റവും അവസാനം സുപ്രീം കോടതി NSSൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ച വിധിന്യായം അടക്കം വച്ചുകൊണ്ടുള്ള ഒരു കൈപ്പുസ്തകം ഇറക്കുന്നതാണ്.